ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂലിറ്റൈഡ് ഡേ 4 ദൈവവചന ധ്യാന ചിന്ത ആയിട്ട് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ആത്മീയ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൊളോസ്യർ 3 അധ്യായം 13 വാക്യം. കൊളോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 13. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പനേരം അങ്ങയുടെ തിരുവചനത്തെ ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. വചനം ശ്രവിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ നിർത്തണമേ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ചു കേട്ടതായ വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലയളവിലൊക്കെ ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് ധ്യാനിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. ക്ഷമയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ആക്ട്സ് ഓഫ് ഫോർഗീവ്നെസ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന തീം. ക്രിസ്മസ് കാലഘട്ടം നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഫോർഗീവ്നെസ് എങ്ങനെയാണ് നമ്മുടെ ഈ നോമ്പും കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കർത്തൃ പ്രാർത്ഥന. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചുകൊള്ളണമേ. ദൈവം ക്ഷമയെപ്പറ്റി തൻ്റെ കർത്തൃ പ്രാർത്ഥനയോടെ പഠിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ദൈവം നമ്മളോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ നമുക്കും മറ്റുള്ളവരോട് അവർ നമ്മളോട് ചെയ്തതായ തെറ്റുകൾ ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് ദൈവകൃപ വെളിപ്പെടുന്നത്. അവിടെയാണ് നിത്യരാജ്യത്തിനുള്ള പ്രത്യാശ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കോ എക്സിസ്റ്റൻസ്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളോട് വെറുപ്പുള്ളവർ കാണും, നമ്മളെ പകയ്ക്കുന്നവർ കാണും, നമ്മളുമായി യോജിച്ച് പോകാത്തവർ കാണും, അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണും, ഇഷ്ടമല്ലാത്തവർ കാണും, അറിയത്തില്ല എന്ന് നടിച്ച് നടക്കുന്നവർ കാണും. പക്ഷേ ഇവരുടെ എല്ലാവരോടും കൂടെ ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ സ്നേഹത്തിൽ അവരോടുകൂടെ ജീവിക്കുവാൻ, കോ എക്സിസ്റ്റ് ചെയ്യുവാൻ സാധിക്കുമ്പോൾ അവിടെയാണ് ഫോർഗീവ്നെസ് വെളിപ്പെടുന്നത്. ഫോർഗീവ്നെസ് കർത്താവിൻ്റെ ദിവ്യമായ ഒരു ഡിവൈൻ ഒരു ക്വാളിറ്റിയാണ്, ദിവ്യമായ സ്വഭാവമാണ്. കർത്താവിൻ്റെ ദിവ്യമായ സ്വഭാവമായി ഫോർഗീവ്നെസ്സിനെ പറയാൻ കാരണം പഴയ നിയമം മുതൽ പുതിയ നിയമം നമ്മൾ നോക്കുമ്പോൾ ഫോർഗീവ്നെസ്സിനെ പറ്റി ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെയും മറ്റ് ദൈവദൂത് നൽകുന്ന ദൈവ മനുഷ്യരിലൂടെയും ദൈവം വിശ്വാസ ജനത്തെ അല്ലെങ്കിൽ മാനവ ലോകത്തെ തിരുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലൊന്നിലും പൂർണ്ണമായിട്ടും തിരുത്തപ്പെടാത്ത ഈ മാനവ ലോകത്തെ വീണ്ടെടുക്കാൻ ദൈവം തന്നെ നേരിട്ട് മനുഷ്യനാകുന്ന നമ്മുടെ നേച്ചർ, ഡിവൈൻ നേച്ചറായ ഗോഡ് ദ ഡിവൈൻ നേച്ചർ, ഇവിടെ ജീസസ് എന്ന ഹ്യൂമൻ നേച്ചറിലേക്ക് വരികയാണ്. മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി സുവിശേഷം സംസാരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മെ വീണ്ടെടുക്കുവാൻ വരും എന്ന വാഗ്ദത്തം നൽകിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഫോർഗീവ്നെസ് ഏറ്റവും അതിനൊരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തേടി വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സ്നേഹം, അതാണ് അഗാപ്പെ, അൺകണ്ടീഷണൽ ലവ്.
ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ സ്നേഹിക്കാത്ത അവർണ്ണനീയമായ നെവർ എൻഡിങ് ആയിട്ടുള്ള സ്നേഹം, അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമുക്കും ഉണ്ടാകണമെങ്കിൽ ഫോർഗീവ്നെസ്, ചില കാര്യങ്ങൾ മറക്കുവാനും ക്ഷമിക്കുവാനും പഠിക്കേണ്ടത്. നമുക്ക് ക്ഷമിച്ചാൽ മാത്രമേ മറക്കുവാൻ സാധിക്കൂ. അപ്പോൾ ക്ഷമാശീലം നമുക്ക് നോമ്പിൻ്റെ കാലയളവിലൂടെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കണം. എപ്രകാരമാണ് നമുക്ക് സാധിക്കുന്നത്? നോമ്പ് കാലയളവിൽ ഉപവാസത്തിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും കൃത്യമായിട്ടുള്ള പ്രാർത്ഥന പ്രയർ ഡിസിപ്ലിനിലൂടെയും ഒക്കെയാണ് നമുക്കത് സാധ്യമാവുന്നത്. നമുക്ക് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ, കോപിക്കുവാനോ മനസ്സിൽ പകയോ വിദ്വേഷമോ തോന്നുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. ആ സാഹചര്യങ്ങളെയെല്ലാം രൂപാന്തരത്തിനായിട്ടുള്ള സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ എല്ലാം നമുക്ക് ക്ഷമിക്കുവാൻ മനസ്സുണ്ടാവുമ്പോഴാണ് നമുക്ക് ക്ഷമാശീലം, ഫോർഗീവ്നെസ് എന്ന ഡിവൈൻ ക്വാളിറ്റി ഉണ്ടാകും. അതിലൂടെ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാവുകയാണ്. നമ്മുടെ അല്പനേരത്തെ ആത്മീയ ധ്യാനത്തിലൂടെ 3 ചിന്താവിഷയങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവമാകുന്ന ക്ഷമയിലൂടെ പങ്കാളികളാവുകയും അന്യോന്യം ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ നിത്യരാജ്യത്തിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, ഫോർഗീവ്നെസ്സിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ രക്ഷകനായ ദൈവം തന്നെയാണ്. ദൈവം മാനവ ലോകത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി സാൽവേഷൻ ദൈവം നമുക്ക് നൽകി. മൂന്നാമതായിട്ട്, ക്രിസ്മസ് കാലയളവിലെ നോമ്പ് കാലയളവ് നമുക്ക് ഫോർഗീവ്നെസ് എന്ന ഡിവൈൻ ക്വാളിറ്റി, ദിവ്യ സ്വഭാവത്തെ നമുക്ക് എടുക്കുവാൻ, അതിനെ മോൾഡ് ചെയ്തെടുക്കുവാനുള്ള വഴികളാണ് പറഞ്ഞത്. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.